കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകുടി സ്കൂളിന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓണസമ്മാനമായി ഒരു ബസ് കൂടി അനുവദിച്ചു. കുട്ടികളുടെ യാത്രാദുരിതം മനസ്സിലാക്കിയാണ് രണ്ടാമത് ഒരു ബസ് കൂടി മന്ത്രി അനുവദിക്കുന്നത്. കുട്ടികളുടെ യാത്രാദുരിതം ഇടുക്കി വിഷൻ വാർത്തയാക്കുകയും PTA നിവേദനം നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ആദ്യ ഹൈടെക് സർക്കാർ സ്കൂളാണ് മുരിക്കാട്ടുകുടി ഹയർ സെക്കൻഡറി സ്കൂൾ. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന് പകരം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നു. കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ ബസും ഉണ്ടായി. മികച്ച അധ്യാപകരും മികച്ച അധ്യാപനവും ഉണ്ടായി. ഇതോടെ ഇവിടേക്ക് കുട്ടികളുടെ ഒഴുക്കും വർദ്ധിച്ചു. കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഒരു റൂട്ടിൽ തന്നെ 2-3 തവണ ഒരേ ബസ് ഓടിക്കേണ്ട അവസ്ഥയിലായിരുന്നു PTA. ഇത് കുട്ടികൾ വളരെ നേരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥയും ഉണ്ടായി. ചില ദിവസങ്ങളിൽ സമയത്ത് സ്കൂളിൽ എത്താനും കഴിയാറില്ല. ഇത് ഇടുക്കി ിലൂടെ പൊതുസമൂഹം അറിയുകയും PTA രണ്ടാമതൊരു വാഹനത്തിനു കൂടി ശ്രമം ആരംഭിക്കുകയും ചെയ്തു. സ്കൂൾ അധികൃതരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുകയും രണ്ടാമതൊരു ബസ് കൂടി സ്കൂളിലെ മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിക്കുകയായിരുന്നു. കുട്ടികള് ഗവൺമെന്റ് സ്കൂളുകളിലേക്കും എയ്ഡഡ് മേഖലയിലേക്കും കൂടുതലായിട്ട് വരുന്നത് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താൻ സാധിക്കുന്ന സ്കൂളിന്റെ അധ്യാപകരും രക്ഷിതാക്കളുടെയും ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യവും കൂടിയാണ്. അതിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിൽ ഉപേക്ഷകൾ വിചാരിക്കുന്നില്ല. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു പുതിയ ബസ് കൂടി അനുവദിച്ചു തരുന്നു എന്ന വിവരം. സ്കൂളിനോടുള്ള MLA കൂടിയായ മന്ത്രിയുടെ കരുതലിന് PTA നന്ദിയും പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ബഹുമാന്യ റോഷി അഗസ്റ്റിൻ MLA ആയിരുന്നപ്പോൾ നൽകിയ ഒരു സ്കൂൾ ബസ്സായിരുന്നു നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ വരുന്നതിനും പോകുന്നതിനും നമ്മുടെ യാത്രാ സൗകര്യമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത ദിവസം സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ ഒരു ഓണപരിപാടിയുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ ബസ് കൂടി അനുവദിച്ച് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു നിവേദനം നൽകുകയുണ്ടായി. ബഹുമാന്യ മന്ത്രി ആ നിവേദനം പരിഗണിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത നാളിൽ തന്നെ സ്കൂളിന് പുതിയ ഒരു ബസ് കൂടി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ PTAയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും അഭിനന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. രണ്ടാമത്തെ ബസ് കൂടി സ്കൂളിലെത്തുമ്പോൾ കുട്ടികൾക്ക് സമയത്ത് സ്കൂളിലെത്താനും കഴിയും. സമയബന്ധിതമായി ബസ് സ്കൂളിലെത്തിക്കുമെന്ന് പറഞ്ഞ മന്ത്രി കുട്ടികളുടെ ഓണസമ്മാനമാണ് ഇതെന്നും അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.